ഇതെന്താ സാധനം? പാലോ? ഭയങ്കര എൻജോയ്മെന്റ് പറയാ. അമ്മ അമ്മ ഞാൻ അവിടെ പോയി കളിക്കട്ടെ, ഞാൻ അവിടെ ഇരുന്നു മതിയായിട്ട് ഞാൻ വന്ന് കളിക്കട്ടെ, എന്നിട്ട് അവിടെ പോയി കളിക്കുന്നു, അവിടെ ഇവിടെ പോയി കളിക്കുന്നു. നല്ല രസം. ആ വീഡിയോ ഒക്കെ ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് ഒരു സാധാരണ വ്ളോഗാണ്. ദേ വാവക്കുട്ടി റെഡി ആയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. വാവക്കുട്ടിയും അമ്മയും കൂടി അമ്മമ്മയുടെ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോകണം, മുത്തച്ഛനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് അച്ഛൻ പറയട്ടെ. നീ വാവക്കുട്ടി എന്നാ വരിക പറ, എന്നാ വരിക? 10 ദിവസം കഴിഞ്ഞിട്ടോ? അപ്പൊ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ? അച്ഛന് സങ്കടാവൂലേ അവനെ കാണാണ്ടിരുന്നാല്? ക്രിസ്തുമസിന് സ്കൂള് പൂട്ടി കഴിഞ്ഞ കുട്ടികളുടെ വിനോദമാണ് ഈ കാണുന്നത്. എല്ലാരും കൂടി ഇതാ ഇറങ്ങാൻ പോവാണ്. ഞങ്ങളെന്നാ പോയിട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങളിതാ മുത്തച്ഛൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എവിടെയാ വാക്കുട്ടി? ഇതാ നിൽക്കണു. ഞങ്ങൾ പണ്ട് നിന്നിരുന്ന വീടാണിത്. ഇതിൻ്റെ മുകളിലാണ് മുത്തച്ഛനും അമ്മമ്മയൊക്കെ ഉള്ളത് അല്ലേ വാവേ? ആ കുട്ടി ഇതെന്താ സാധനം? പാലോ? ഭയങ്കര എൻജോയ്മെന്റ് പറയാ. അമ്മ അമ്മ ഞാൻ അവിടെ പോയി കളിക്കട്ടെ, ഞാൻ അവിടെ ഇരുന്നു മതിയായിട്ട് ഞാൻ വന്ന് കളിക്കട്ടെ, എന്നിട്ട് അവിടെ പോയി കളിക്കുന്നു, അവിടെ ഇവിടെ പോയി കളിക്കുന്നു. നല്ല രസം. ആ വീഡിയോ ഒക്കെ ഉണ്ട്. അവിടുന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുവരുമായിരുന്നു. ഞാൻ എന്നിട്ട് പറയാം, ശരി വാവ അവിടെ ഇരുന്നോ, ഞാൻ പോവാൻ വേണ്ടി വന്നപ്പോണ്ടല്ലോ അവൻ വേണ്ട വേണ്ട പിന്നാലെ വന്ന് എന്നെ കൊണ്ടുപോയി അവിടെ എത്തിച്ചു. അച്ഛൻ പൊക്കോട്ടെ, അമ്മ ഇവിടെ അച്ഛവിടെ പോട്ടെ. ചണ്ടിയച്ഛൻ ചണ്ടിയച്ഛനാണല്ലേ? ഇത് അവളുടെ യൂണിഫോം ആണ്, കാല് തണുക്കാതിരിക്കാൻ വേണ്ടി. സ്കൂള് പൂട്ടിയിട്ട് വരുന്ന ഹോംവർക്ക് ചെയ്യാണല്ലേ വാവക്കുട്ടി? എന്താ പത്ര കാര്യമായിട്ട് എഴുതാനുള്ളേ? 1 മണിയായി. ഒരു 3 വർഷം മുമ്പുള്ള വ്ളോഗിലായിരിക്കും നിങ്ങൾ ഈ വീടൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കുക. ഞങ്ങളൊരു 3 വർഷമായിട്ട് ആവടിയിലാണല്ലോ. അപ്പോൾ പിന്നെ കാഴ്ചകളൊന്നും ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാനും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ വീഡിയോസൊന്നും ചെയ്തിട്ടുമില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ ചെയ്യുന്ന വ്ളോഗാണിത്. ഇത് ഇവിടുന്ന് ടോർച്ച് ഒപ്പിച്ചേ ഫുള്ള് കളിയാണ്. സവോളെല്ലാം വെയിൽ കൊള്ളാൻ വയ്ക്കുന്ന പരിപാടിയാണ്. ഇത് ബാൽക്കണിയാണല്ലോ. ഇവിടെ വന്ന് വ്ളോഗ് ചെയ്യുമ്പോൾ സത്യത്തിലൊരു നൊസ്റ്റാൾജിയാണ്. കിട്ടിയേ അമ്മമ്മ വാങ്ങി തന്നതാ. ഭക്ഷണമൊക്കെ കഴിച്ചു, ഇതവിടെ കിടക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു പോകണം. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ ഒറ്റയ്ക്കാണ്. വൈഫും കുട്ടിയൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. വൈകുന്നേരം ആയപ്പോഴേക്ക് ഇതേ നോക്കിയേ, ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ മുറിച്ചിട്ട്. ഇനി എന്നാ വരിക? തിങ്കളാഴ്ച ആവില്ലേ? ഇല്ല, നമുക്ക് ഇതിന് നടുക്ക് സൺഡേ പോകണ്ടേ? സൺഡേ ബ്ലഡ് ടെസ്റ്റ് കൊടുക്കണ്ടേ? ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ എല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ സാറ്റർഡേ ഇയാൾ നേരിട്ട് വരുമോ അതോ ഞാൻ വരണോ? ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും കേട്ടോ. സുഖമില്ല, ചെറിയൊരു വാമനസുണ്ട്. പനിക്കാൻ ഇന്നലത്തെ യാത്ര. ആ കുട്ടിക്ക് ചെറിയ പ്രായത്ത് വാങ്ങിക്കൊടുത്തിരുന്ന ടോയ്സൊക്കെ ഇത് ഇപ്പോൾ ഫുള്ള് ചില്ലുകൂട്ടിൽ കയറിയിട്ടുണ്ട്. ടൈം 4:41 ഞാൻ മെല്ലെ ഇറങ്ങാൻ നോക്കുകയാണ്. ഇനിയിപ്പോൾ വൈകിച്ച് കഴിഞ്ഞാൽ രാത്രിയാവും. ഇരുട്ടത്ത് പിന്നെ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ ഭേദം പകൽ പോയി ഇറങ്ങണം. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. 5:30 കഴിഞ്ഞു. അങ്ങനെ ഇതാ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ ഇതാ ഇവിടെ തുടരെന്ന് പറയുന്ന സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായി. നമ്മുടെ നോർമൽ ഡിന്നർ എന്ന് പറയണത് ദോശയാണ്. ചെറുപയർ ദോശ, കുറച്ച് ഗോതമ്പും കൂടി മിക്സ് ചെയ്യും. ഇന്നത്തെ വ്ളോഗ് ഇതാ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.